ഹലോ മുത്തുമണീസ് മക്കളെ, നമ്മുടെ നാലാമത്തെ സ്റ്റഡി ചാലഞ്ചുമായിട്ട് ഞാൻ എത്തിയിരിക്കുകയാണ്. എല്ലാവരും എൻ്റെ എല്ലാ അനിയത്തിമാരും അടിപൊളിയായിട്ട് സെറ്റായിട്ട് പോകുന്നെന്ന് വിശ്വസിക്കുന്നു. ടെൻഷനൊന്നും വേണ്ട, കൂളായിട്ടിരിക്കുക, അടിപൊളിയായിട്ട് നമ്മുടെ ഡ്യൂട്ടി പക്കയായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ മക്കളെ ഇന്നല്ലെങ്കിൽ നാളെ അതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, ഇതൊക്കെ സ്റ്റോറി ആയിട്ടിടുക, ഷെയർ ചെയ്യുക കേട്ടോ. ഈ വീഡിയോ മാക്സിമം നമ്മുടെ ചാലഞ്ച് എല്ലാവർക്കും എത്തിക്കുക. അപ്പോഴേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, ഇതിനൊരു വാല്യൂ ഉണ്ടാവുള്ളൂ കേട്ടോ. ഒരുപാട് പേര് ഇത് ചെയ്യുമ്പോൾ എന്തുള്ളൂ, ഇതിനൊരു വാല്യൂ ഉണ്ടാവുള്ളൂ. നിങ്ങൾ ചെയ്യുക, അതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിനെയും കൂടി എന്ത് ചെയ്യുക, കൊണ്ടുവരിക. കാരണം ഫ്രണ്ട്സിനെയും കൂടി എവിടെയെങ്കിലും എത്തിക്കാൻ നോക്കിക്കൊണ്ടോ, അല്ലെങ്കിൽ കട്ടച്ചങ്കിന് പണിയൊന്നും ഇല്ലെങ്കിലേ പൈസ കടം ചോദിക്കൽ തുടങ്ങും അല്ലേ. എന്നും പൈസ കടം ചോദിക്കും, നിങ്ങളത് കൊടുക്കും വേണ്ടി വരും കേട്ടോ. അതുകൊണ്ട് അവരെയും പഠിപ്പിച്ച് എന്ത് ചെയ്യുക, നല്ലൊരു ജോലിയിൽ എത്തിക്കാൻ നോക്കുക. എന്നാൽ നമുക്ക് എന്ത് ചെയ്യാം, അടിച്ചു പൊളിച്ച് ലൈഫായിട്ട് പോവാം. ഓക്കെ, അപ്പോൾ നമ്മുടെ അടുത്ത എക്സാമും അതുപോലെ തന്നെ ഈ വീക്കിലേക്കുള്ള പഠിക്കേണ്ട ടോപ്പിക്കുമായിട്ട് ഞാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും മാക്സിമം ഇതിനൊരു 5K 6K എന്ത് ചെയ്യണം, വ്യൂസ് നമുക്ക് കിട്ടണം. നിങ്ങൾ സ്റ്റോറി ഇട്ടോ, അതുപോലെ തന്നെ സ്റ്റാറ്റസ് ഇട്ടോ, മാക്സിമം എല്ലാ ഗ്രൂപ്പിലേക്കും പോട്ടെ കേട്ടോ. അതായത് SLCയിൽ ആരൊക്കെ ഉണ്ടോ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിലുണ്ടെങ്കിൽ ആ ഗ്രൂപ്പിലേക്കൊക്കെ എന്ത് ചെയ്തോട്ടെ, ഈ ഒരു വീഡിയോ പോയിക്കോട്ടെ. മാക്സിമം വ്യൂസ് തരാം, നമുക്ക് അടിപൊളിയായിട്ട് എന്ത് ചെയ്യണം, ഈ ഒരു സാധനം പഠിച്ചെടുക്കണം. അതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്യണം. അപ്പോൾ ചാലഞ്ച് അക്സെപ്റ്റഡ് എന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ അടുത്ത വീക്ക് ഒരു ദിവസം നിങ്ങൾക്ക് എന്തുണ്ടായിരിക്കും, ഇന്ന് നടക്കുന്ന ടോപ്പിക്കിൻ്റെ എന്തുണ്ടായിരിക്കും, എക്സാം ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ ചോദിക്കും, സാറേ ഇതിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്യണം, ഞാൻ മുന്നത്തെ ഒന്നും അറ്റൻഡ് ചെയ്തിട്ടില്ല, ഇത് മുതൽ നോക്കിയാൽ മതിയോ? നിങ്ങൾ ഇത് മുതലെങ്കിലും നോക്കുക. ഓക്കെ, അതുപോലെ തന്നെ കഴിഞ്ഞ ചാലഞ്ചുകളൊക്കെ നിങ്ങൾ 2 ചാലഞ്ച് വെച്ചിട്ട് 2 വീഡിയോ വെച്ചിട്ട് ഒരാഴ്ച നിങ്ങൾ എന്ത് ചെയ്യാൻ നോക്കുക, കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക. കുറച്ച് കൂടുതലായിരിക്കും, എന്നാൽ പോലും നിങ്ങളത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഓണം എക്സാം വരെ എന്തായാലും എന്ത് ചെയ്യും, ഇത് പോകും കേട്ടോ. ഈ ഒരു കാര്യം എന്തൊക്കെ വന്നാലും, എനിക്ക് എത്ര തിരക്കുണ്ടെങ്കിലും ഞാൻ എന്ത് ചെയ്യും, നിങ്ങൾക്ക് വേണ്ടി മക്കളെ ഇത് ചെയ്തു തരും കേട്ടോ. ഇതിൻ്റെ ബാക്കിൽ ഒരുപാട് എന്തുണ്ട്, ഒരുപാട് ഹാർഡ് വർക്ക് ഉണ്ട്, നിങ്ങൾക്ക് അറിയില്ല. കാരണം ക്വസ്റ്റ്യൻ സെറ്റ് ആക്കണം, അതുപോലെ തന്നെ ടോപ്പിക്ക് തിരഞ്ഞെടുക്കണം, എല്ലാ കാര്യങ്ങളും എൻ്റെ നോർമൽ ക്ലാസ്സിൻ്റെ ഇടയിലാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു കാര്യം ചെയ്തു തരുന്നത്. അപ്പോൾ അതെന്ത് ചെയ്യണം, നിങ്ങൾ എന്തായിട്ടാണ് തരേണ്ടത്, പഠിച്ചത് ഫോളോ ചെയ്യുക എന്നുള്ളത്. ഒരു 1.5 മണിക്കൂർ ദിവസം, ഒരു 1.5 മണിക്കൂർ ഈ ചാലഞ്ചിന് വേണ്ടി, എനിക്ക് വേണ്ടി, നിങ്ങളുടെ ബിഗ് ബ്രോയ്ക്ക് വേണ്ടി നിങ്ങൾ മാറ്റി വെക്കണം. അങ്ങനെ നിങ്ങൾ മാറ്റി വെക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ എനിക്കല്ല അതിനുള്ള ബെനിഫിറ്റ് കിട്ടുക, നിങ്ങൾക്ക് തന്നെയാണ് കേട്ടോ. നിങ്ങൾക്ക് അതിനുള്ള ബെനിഫിറ്റ് കിട്ടിയിരിക്കും. അടുത്ത വീക്കിൽ നമ്മൾ ലാംഗ്വേജ് ആണ്, ഇംഗ്ലീഷും മലയാളമൊക്കെയാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളായിരിക്കും അടുത്ത വീക്കിലുണ്ടാവുക. ഇപ്പോൾ നമ്മൾ ഏകദേശം ഒരു 2 ചാപ്റ്ററൊക്കെ വെച്ചിട്ട് ഓരോ സബ്ജക്റ്റ് ഇപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓണം എക്സാം ആകുമ്പോഴേക്കും ഒരു 3 ചാപ്റ്റർ വെച്ചെങ്കിലും നമ്മൾ ഫുള്ള് കംപ്ലീറ്റ് ചെയ്യും. എന്നിട്ട് പിന്നെ ഓണം എക്സാം കഴിഞ്ഞിട്ട് ഇത് വേണോ, ക്രിസ്മസ് എക്സാമിലേക്ക് നിങ്ങൾ വേണോ എന്നുള്ള കാര്യം നിങ്ങൾ എന്ത് ചെയ്യണം, പറയണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ നമ്മുടെ എക്സാം വരെ, SLC എക്സാം വരെ ഇത് എന്ത് ചെയ്യും, കൊണ്ടുപോകും, റിവിഷനും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഓക്കെ, അപ്പോൾ സെറ്റാണെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മൾ എക്സാം എഴുതി നോക്കാം. നമുക്ക് 2 ചാപ്റ്റേഴ്സ് ആയിരുന്നു കഴിഞ്ഞ ഇതിൽ തന്നിട്ടുള്ളത്. ഒന്ന് നമ്മുടെ എവല്യൂഷൻ ഒരു ചാപ്റ്ററും അല്ലേ, ബയോളജിയിലെ 2nd ചാപ്റ്ററും, അതുപോലെ തന്നെ മാത്സിലെ 2nd ചാപ്റ്റർ ആയിട്ടുള്ള സർക്കിൾസും ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. എക്സാം 4 4ാമത്തെ എക്സാമാണ് നമ്മൾ എഴുതാൻ പോകുന്നത്. ഇനിയിപ്പോൾ ഇത് നോക്കി ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ അടിയിൽ എന്തുണ്ട്, ലിങ്ക് ഉണ്ട്, അതിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, PDF ഡൗൺലോഡ് ചെയ്തിട്ട് എഴുതാവുന്നതാണ്, നിങ്ങളുടെ ഇഷ്ടം. ഓക്കെ, പോസ് ചെയ്ത് എഴുതാണ് എനിക്ക് ഏറ്റവും ബെറ്റർ, കാരണം ഇതിങ്ങനെ പറയും കൂടി ചെയ്യുന്നുണ്ടല്ലോ അപ്പം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ പോസ് ചെയ്യാം, എഴുതാം. മലയാളം മീഡിയം, ഇംഗ്ലീഷ് മീഡിയം അത് അവിടെ ഉണ്ട് കേട്ടോ. ഇംഗ്ലീഷ് മീഡിയം ഇത് അവിടെ. യെസ്, ഓക്കെ, സെറ്റാണെന്ന് വിശ്വസിക്കുന്നു. കാണുന്നില്ലേ, എവിടെയൊക്കെ കാണുന്നില്ലേ, പോയിട്ടൊന്നുമില്ല, ഇത് വന്നിട്ടില്ലല്ലോ. യെസ്, ഓക്കെ സെറ്റ്. ഓക്കെ, ഓരോന്നിനും ഓരോ മാർക്ക് വീതമാണ്, ഓരോന്നിനും ഓരോ മാർക്ക് വീതം 2 മാർക്കാണ് കേട്ടോ ആൻസറിന്. ഓക്കെ, സെറ്റ്. അടുത്തത് ഏതാ, രണ്ടാമത്തെ ചോദ്യം ഇതാ. മലയാളം മീഡിയം ഇംഗ്ലീഷ് മീഡിയം ഉണ്ടല്ലോ. ഫൈൻഡ് കോൺ A + കോൺ B കേട്ടോ. ആംഗിൾ എയും ആംഗിൾ ബിയും തമ്മിലുള്ള സമ്മ് കാണാം കേട്ടോ. അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ എന്താണ്, ആംഗിൾ A എത്രയാണ്, ആംഗിൾ C എത്രയാണെന്നും കാണാം കേട്ടോ. അത് രണ്ടും വേറെ സെപ്പറേറ്റ് കാണാം കേട്ടോ. 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ തന്നെയാണ്. യെസ്, സെറ്റാണെന്ന് വിശ്വസിക്കുന്നു, കണ്ടെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അടുത്തത് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. എയും ബിയും ക്വസ്റ്റ്യൻ ഉണ്ട്. ഓക്കെ, 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഇംഗ്ലീഷ് മീഡിയം ഇതാണ്, മലയാളം മീഡിയം ഇതാണ് കേട്ടോ. മലയാളം മീഡിയം സെറ്റ്. ഓക്കെ, പോസ് ചെയ്ത് എഴുതിയെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അടുത്തത് 4ാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ബയോളജി. ഇത്രയാണ് മാത്സിൻ്റെ ക്വസ്റ്റ്യൻ. കഴിഞ്ഞ് ബയോളജിയാണ്. ബയോളജിയിലൊരു ക്വസ്റ്റ്യൻ ആണ്, ഒരു ഫിഗർ തന്നിട്ടുണ്ട്, അതിൽ എയും ബിയും എന്ത് ചെയ്യുക, കണ്ടുപിടിക്കുക. ഓക്കെ, അതിൻ്റെ ഫംഗ്ഷനും എഴുതാം. 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്, എഴുതാം. ഓക്കെ, നെക്സ്റ്റ് 5ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 5ാമത്തെ ക്വസ്റ്റ്യനും ഒരു അടിപൊളി ഒരു ഫിഗർ തന്നിട്ട് അതിൽ എന്തൊക്കെയോ ചോദിച്ചിരിക്കുന്നു, നോക്കുക, വായിക്കുക, എഴുതാം കേട്ടോ. കാണുന്നില്ലെങ്കിൽ നോക്കി. യെസ്, അടിഭാഗം ജസ്റ്റ് ഞാനൊന്ന് സ്ക്രോൾ ചെയ്ത് തരാം കേട്ടോ. യെസ്, ഇപ്പോൾ പേടിക്കേണ്ട, ഇതിൻ്റെ PDF നമുക്ക് അടിയിലുണ്ടായിരിക്കും, അത് കിട്ടാവുന്ന കേട്ടോ. അത് വെച്ചിട്ട് നമുക്ക് എഴുതാവുന്നതാണ്, കുഴപ്പമൊന്നുമില്ല. യെസ്, ഓക്കെ.
ഓക്കെ, സെറ്റ് ആണെന്ന് വിശ്വസിക്കുന്നു. അടുത്തത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ, 6ാമത്തെ ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ കേട്ടോ. ഒരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ്. ഇത് ഇംഗ്ലീഷ് മീഡിയം, ഇത് മലയാളം മീഡിയം കേട്ടോ. യെസ്, 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. യെസ്, അപ്പോൾ അത്രയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് എക്സാം ആയിട്ട് വരുന്നത്. ഇതിൻ്റെ PDF നമ്മൾ അടിയിൽ കൊടുക്കാം, പേടിക്കണ്ട. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്തു, സെറ്റാക്കി വെച്ചു എന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്ത ആഴ്ച അല്ലേ, മറക്കണ്ട. എക്സാം എങ്ങനെ എഴുതേണ്ട, 1 മാർക്കിൻ്റെ എക്സാം ആണ്. 1 മാർക്കിൻ്റെ എക്സാം ആണ് കേട്ടോ. 1 മാർക്ക് 20 മാർക്ക്, സോറി 1 മണിക്കൂറിൻ്റെ എക്സാം ആണ്, മാറിപ്പോയി. 1 മണിക്കൂറിൻ്റെ എക്സാം ആണ്, 20 മാർക്കാണ് എക്സാമിന് ഉണ്ടാവുന്നത്. പിന്നെ 5:30 മണിക്ക് നമ്മളിത് ഇപ്പോൾ ഇന്ന് 5:30 മണിയാകുമ്പോൾ ഇത് വന്നിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ സെറ്റായെന്ന് വിശ്വസിക്കുന്നു. എക്സാമുകൾ പക്കയായിട്ട് എഴുതുക, എക്സാം പോലെ തന്നെ എഴുതുക. നിങ്ങൾ ഇതൊക്കെ എഴുതിയിട്ട് എഴുതുക. ഓക്കെ, കഴിഞ്ഞ പ്രാവശ്യത്തെ ആൻസർ കീ ഞാൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, കാരണം കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട്. എന്നാലും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒന്ന് നിങ്ങൾക്ക് പറ്റുന്ന പോലെ നോക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഹിസ്റ്ററിക്ക് ആയതുകൊണ്ട് നിങ്ങൾക്ക് ആ കണ്ടന്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് കൊടുക്കാം, ആ ഒരു ടോപ്പിക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് കൊടുക്കാം. അതേപോലെ തന്നെയാണ് ഇതിൻ്റെ ആൻസർ കീ എന്ത് ചെയ്യും, നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. കാരണം ഇതിൽ ഓരോ 1 വേർഡും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് കറക്റ്റ് ആൻസർ കീ നാളെയോ മറ്റന്നാളായിട്ട് നിങ്ങളുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ വരും. അപ്പോൾ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ പെട്ടെന്ന് അടിയിൽ ലിങ്ക് ഉണ്ടായിരിക്കും, പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി അടുത്ത വീക്കിലേക്ക് തരാൻ പോകുന്ന 30-ാം തീയതി എക്സാം അല്ലേ, അടുത്ത മൺഡേ എക്സാം നടത്താൻ പോകുന്ന ചാപ്റ്റർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 ചാപ്റ്റേഴ്സാണ്. ഒന്ന് നമ്മുടെ സ്വന്തം കെമിസ്ട്രിയിലെ 2ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഓർഗാനിക് സംയുക്തങ്ങളും രാസപ്രവർത്തനങ്ങളും എന്ന് പറഞ്ഞ കെമിക്കൽ റിയാക്ഷൻസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട് എന്ന് പറഞ്ഞ ചാപ്റ്ററാണ്. രണ്ടാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മാത്സിലെ 3ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള സമാന്തര ശ്രേണിയും ബീജഗണിതവും അരിത്തമെറ്റിക് സീക്വൻസ് ആൻഡ് അൾജിബ്ര എന്ന് പറഞ്ഞ ചാപ്റ്ററാണ് കേട്ടോ. മാത്സ് ഇപ്പോൾ ഏകദേശം ഒരു 3 ചാപ്റ്ററോളം നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇതും കൂടി കഴിഞ്ഞാൽ കെമിസ്ട്രി അതുപോലെ തന്നെ 2 ചാപ്റ്ററായി. ഓക്കെ, ഫിസിക്സും അതുപോലെ തന്നെ 2 ചാപ്റ്ററായി. ഓക്കെ, അപ്പോൾ എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോസിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം, പ്ലേലിസ്റ്റിൽ നമുക്ക് ഇടാൻ പറയാം. എല്ലാ ചലഞ്ചും പ്ലേലിസ്റ്റിൽ ഇടാനും പറയാം കേട്ടോ. പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം, സ്റ്റഡി ചലഞ്ച് എന്ന് കാണാം. അത് വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്, കഴിഞ്ഞതൊക്കെ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അടിപൊളിയായിട്ടിരിക്കുക. അടുത്ത എക്സാമിന് വേണ്ടി ഇത് പഠിക്കുക. ഈ എക്സാമിൻ്റെ മാർക്ക് എത്രയാണോ കിട്ടിയത് അത് നിങ്ങൾ എന്ത് ചെയ്യുക, ഇതേ വീഡിയോൻ്റെ അടിയിൽ എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറക്കണ്ട, മാക്സിമം ഫ്രണ്ട്സിനെ കൊണ്ട് ചെയ്യിപ്പിക്കുക, മാക്സിമം ഫ്രണ്ട്സിലേക്ക് എത്തിക്കുക. ഒരു 5K വ്യൂസ് എങ്കിലും ഈ ഒരു വീഡിയോയ്ക്ക് നിങ്ങൾ തരിക. അടിപൊളിയായിട്ട് സപ്പോർട്ട് ചെയ്യുക, എന്നാലേ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ഇതിൽ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ആരും ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ നമ്മളിത് ചെയ്യുന്നത് വെറുതെ ആയിരിക്കും കേട്ടോ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും, ഒരു പേടിയും പേടിക്കണ്ട. മനസ്സ് തട്ടിപ്പറയാണ് മക്കളെ, ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും, ഒരു പേടിയും വേണ്ട. ഓക്കെ, അപ്പോൾ വീണ്ടും കാണും വരേക്കും മക്കളെ, ബൈ.